നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് കോട്ടയത്തെ വലിയൊരു വിശേഷ ദിവസമാണ്. ചിങ്ങം 1 എന്നതിനേക്കാളുപരി കോട്ടയം ജില്ലയിൽ ആദ്യമായി കോട്ടയത്തു നിന്ന് തന്നെ 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. കോട്ടയം നാഗമ്പടം ജൂബിലി ഷോറൂമിൽ നിന്നാണ് ഈ ഒരു 3 ബൈക്കുകൾ ഇത്തരത്തിൽ പുറത്തിറങ്ങി. ഇതടക്കം 51 ബൈക്കുകളാണ് ഇന്ന് ചിങ്ങം 1 തന്നെ ഇവിടെ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും ജൂബിലി ഹീറോയുടെ മാനേജിംഗ് പാർട്ണറായ ജോയ് തോമസ് നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. എന്താണ് ഇത്തരത്തിലൊരു വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്? 3 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ കോട്ടയം ജില്ലയിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അത് ഹാർലി ഡേവിഡ്സൺ കോട്ടയത്തില്ലായിരുന്നു. പല കസ്റ്റമേഴ്സും ഇവിടെ വന്ന് ചോദിക്കുമായിരുന്നു. അപ്പം നമ്മളുടെ ഈ ഷോറൂമൊക്കെ ഒന്ന് പുതിയ ഷോറൂമാക്കി അത് നമ്മൾ പ്രീമിയം സോൺ ചെയ്തു. അപ്പോൾ കമ്പനിക്കാർ വന്ന് കണ്ടിട്ട് അവർക്ക് തൃപ്തിപ്പെട്ട് അങ്ങനെ ഹാർലി ഡേവിഡ്സൺ നമുക്ക് അലോട്ട് ചെയ്തു. സെപ്പറേറ്റ് ഷോറൂം വേണമെന്നൊക്കെ ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഷോറൂമിൽ നമ്മൾ പ്രീമിയം സോൺ സെപ്പറേറ്റ് ചെയ്തപ്പോൾ അവർ സംതൃപ്തരായി. അങ്ങനെ നമുക്ക് തന്നു. നമ്മൾ നേരത്തെ നമുക്ക് 10-36 ബുക്കിംഗ് ഉണ്ടായിരുന്നു, 10-38 ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടിയുടെ അവൈലബിലിറ്റി കുറവുകൊണ്ട് പല വണ്ടികളും എറണാകുളത്തും കൊല്ലത്തേക്കൊക്കെ ആയിട്ട് പോയി. പക്ഷേ കുറേ പേര് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഒരു കമ്പനിയോട് അറിയിച്ചപ്പോഴത്തേക്കിന് അവർ കോട്ടയത്തിൻ്റെ ഒരു സാന്നിധ്യം വേണമെന്നുള്ള അത് ഡിസൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടി. ഇനിയിപ്പോൾ ഹാർലി ഡേവിഡ്സൺ സുഖമായിട്ട് കോട്ടയത്ത് എല്ലാവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ ലഭിക്കുന്നതാണ്. ഹാർലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ലോക പ്രശസ്തമായ ഒരു കമ്പനിയാണ്. ബൈക്കെന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഹാർലി ഡേവിഡ്സണാണ്. അപ്പോൾ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. 440 cc വണ്ടി. നമ്മൾ പറയുകയാണെങ്കിൽ ആ സെഗ്മെന്റിൽ ഏറ്റവും നല്ല വണ്ടി എന്ന് പറയാം. അപ്പം ഓടിച്ചവരെല്ലാം ടെസ്റ്റ് ഡ്രൈവ് എടുത്തവരെല്ലാം തന്നെ വളരെ സംതൃപ്തരാണ്. അപ്പം അവർ തന്നെ അവരുടെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വന്ന് വീണ്ടും എടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ധാരാളം ബുക്കിംഗ് കിടപ്പുണ്ട്. പക്ഷെ വണ്ടികളുടെ അവൈലബിലിറ്റി കുറവാണ്. അപ്പം വരുന്നതനുസരിച്ച് ആ ബുക്കിങ്ങിന് നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് എങ്ങനെ നമ്മുടെ ഒരു ഇവിടുത്തെ റൈഡിങ് കംഫർട്ട് കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി നല്ല കണ്ടീഷനുള്ള വണ്ടിയായി തോന്നി ഹാർലി. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകളുടെ ഒരു അഭിപ്രായം എന്താ? പൊതുവിൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു അഭിപ്രായം എന്താ? അവർ ഹാർലിയെ പറ്റി നല്ല അഭിപ്രായമാണ്. തന്നെയല്ല അതിനോടൊപ്പം തന്നെ ഹാർലിയുടെ ഇഞ്ചൻ തന്നെ വെച്ചിട്ട് മറുവിക്ക് എന്ന് പറഞ്ഞൊരു വണ്ടി വരുന്നുണ്ട് നമ്മുടെ ഹീറോ ഇറക്കിയിട്ട്. അതും ഓടിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ്. നമ്മുടെ ധീര ജവാന്മാർ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും നീലേശ്വരത്ത് നിന്നും അവർ കാർഗിൽ വരെ വണ്ടി ഓടിച്ചു. അപ്പോൾ അവർ ഓടിച്ചിട്ട് ഭയങ്കര തൃപ്തിയായിരുന്നു അവർ. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരാൻ പോകുന്നു. പട്ടാളക്കാരെ വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരാൻ പോകുന്നു. അവരെ സംബന്ധിച്ച് നമ്മളെ കമ്പനി കൊടുത്തതാണ്. കമ്പനി അവർക്ക് കൊടുത്തപ്പോഴത്തേക്കിനും അവന് ഓടിച്ച ഒരു പ്രശ്നം വന്നില്ല. കാർഗിൽ വരെ ചെല്ലുന്നതും വരെ ഇഞ്ചനോ കാര്യങ്ങൾക്കോ ഒരു തടസ്സങ്ങളോ ഒന്നും ഉണ്ടായില്ല. സാധാരണ മല കയറുമ്പോഴത്തേക്കിന് ചില വണ്ടികളുടെയൊക്കെ ഇഞ്ചൻ അല്ലെങ്കിൽ നമ്മൾ ഓയിൽ കൂട്ടി കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ടോൺ അഡ്ജസ്റ്റ് ചെയ്യണം. അതൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണ് മാറുവിക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹീറോ ഈ അടുത്ത കാലത്ത് ഇറക്കിയതിൽ ഹാർലി ഡേവിഡ്സന്റെ ഒപ്പം തന്നെ ഇറക്കിയ വണ്ടിയാണ് മാറുവിക്ക്. അത് നല്ല ഈ IPL-നകത്തൊക്കെ പരസ്യം ഉണ്ടായിരുന്നു. അത് കേട്ടറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ആ വണ്ടിയുടെ അവൈലബിലിറ്റി കുറവാണ്. ഓൾ ഇന്ത്യ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കിന് നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു 12 വണ്ടി കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി. അപ്പം നല്ല ബുക്കിംഗ് ഉണ്ട്. ഏതായാലും ഇതോടൊപ്പം 51 വണ്ടികൾ കൂടി, ടോട്ടൽ 51 വണ്ടികളാണ് ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്തിരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു ദിവസം ഇങ്ങനെ തന്നെ എടുക്കാൻ കാര്യം? ഈ ഹീറോയുടെ ഒരു കഴിഞ്ഞ വർഷം കോവിഡിന് ശേഷം ഒരു മന്ദത എല്ലാ ബിസിനസ്സിലും ഉണ്ടായിരുന്നു. അതനുസരിച്ച് 2 വീലർ ബിസിനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അതിനൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഒരു 51 വണ്ടി നമ്മൾ ഒറ്റയടിക്ക് ഒരു ദിവസം, അതായത് ചിങ്ങം പുലരിയിൽ കൊടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അത് ഏറ്റവും സന്തോഷകരമായ ഭാഗമാണ്. വളരെ നാളുകൾക്ക് ശേഷം, അതായത് കോവിഡിൻ്റെ അസ്വസ്ഥതകൾക്ക് ശേഷം ഒരു ഉണർവുണ്ടായ ഒരു ചിങ്ങം 1 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള മലയാള മാസം വളരെ ഗംഭീരമാകും. കേരളത്തിൻ്റെ ആ ദുഃഖങ്ങളൊക്കെ മാറ്റി, അല്ലെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ മാറ്റി ഒരു പുതിയ മലയാള മാസം മലയാള വർഷം നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു.